സാധാരണ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ ബുക്കും പുസ്തകമൊക്കെ എടുത്തുകൊണ്ട് രാവിലെ പഠിത്തം തുടങ്ങുന്നത് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസം ഒരു 3-4 ദിവസമായിട്ട് രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ അമ്പലത്തിലെ നോട്ടീസും എടുത്തുകൊണ്ടാണ് വരുന്നത്. ഇന്ന് വൈകുന്നേരം അമ്പലത്തിൽ എന്താണ് പ്രോഗ്രാം എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ മലനട അമ്പലത്തിൽ കൊടിയേറിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം പ്രോഗ്രാമുണ്ട്. ഞങ്ങളെല്ലാ ദിവസവും മിക്കവാറും എല്ലാ ദിവസവും പോവാറുണ്ട്. അപ്പം നല്ല രസമാണ് മലനട അമ്പലത്തിൽ രാത്രിയിൽ പോയി നിൽക്കാനും അവിടെയൊക്കെ കാണാനും ഒക്കെ ആയിട്ട് കേട്ടോ. പിള്ളേർക്ക് ഇനി പരീക്ഷ എന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അവിടെ പോയെങ്കിലും അവർക്കൊരു സമാധാനമുള്ളൂ. അവർക്ക് മാത്രമല്ല എനിക്കും. നല്ല രസമാണ് അമ്പലത്തിലൊക്കെ ഇങ്ങനെ പോയിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് രാത്രിയിൽ എന്താണ് പ്രോഗ്രാം നോക്കുക കേട്ടോ. അപ്പം ഇന്ന് നമ്മുടെ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ഇന്നാണ് കേട്ടോ. അപ്പോൾ ഇന്ന് 7 മണിക്കുണ്ട്. അപ്പം അതിനൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ. ഞാൻ പറഞ്ഞു നേരത്തെ കാലത്ത് അവരൊക്കെ പഠിച്ചു വെച്ചാൽ കൊണ്ടുപോകാം എന്നും അങ്ങനെയൊക്കെ പറഞ്ഞാൽ കൊണ്ടുപോകുന്നത് കേട്ടോ. നമ്മുടെ ആഷ്മിക്ക് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സാധാരണ എല്ലാ വർഷവും നമ്മുടെ മലനട ഉത്സവത്തിന് മുന്നേ പരീക്ഷയൊക്കെ കഴിഞ്ഞ് പിള്ളേരെ ഫ്രീ ആക്കി വിടുന്നതാണ്. ഇപ്രാവശ്യം എന്താണെന്ന് അറിഞ്ഞൂടാ, മാർച്ച് 31 വരെ അവർക്ക് പരീക്ഷ കൊടുത്തേക്കുക. എന്തായാലും മാർച്ച് 27 ഉത്സവത്തിൻ്റെ അവധി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് തന്നെ വലിയൊരു കാര്യം. ഇപ്പം രാത്രിയിൽ വന്ന് ഇച്ചിരി ലേറ്റാവും കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. ഉത്സവ സമയത്ത് ഇങ്ങനെയൊക്കെയാണല്ലോ. എന്നാലും ആഷ്മി രാവിലെ എഴുന്നേറ്റിരുന്ന് തോണ്ടിരുന്ന് പഠിക്കും കേട്ടോ. രാവിലെ പരീക്ഷയ്ക്കൊക്കെ പോകാൻ റെഡിയാവണേ. 8:15 പോകേണ്ടുന്നവളായിരുന്നു നോട്ടീസ് നോക്കിക്കൊണ്ട് ഇവിടെ ഇരിക്കുന്നത്. 8:15 പോകേണ്ടുന്നത്. 8:15 ക്ലാസ് തുടങ്ങും. അല്ല, വിനോദയാത്ര സിനിമയ്ക്കകത്ത് പറയുന്നത് പോലെ 8:15 ക്ലാസ്സിന് പോകണമെങ്കിൽ നമ്മൾ 7:30 എഴുന്നേറ്റ് പല്ല് തേച്ച് കുളിച്ച് അങ്ങനെ ടൈമിംഗ് ഒക്കെ വെക്കണം. ഇതിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒരു 8 മണി 8:15 8:10 വരെ ഇവിടെ ഒരു മേളമാണ്. കുളിക്കാനും ജപിക്കാനും ഒരുങ്ങാനും പിന്നെ അവസാനം എല്ലാം എൻ്റെ തലയിൽ. താമസിച്ച് കഴിഞ്ഞാൽ എൻ്റെ തലയിൽ. ഞാനാണ് താമസിച്ചത്. ഞാൻ പക്ഷേ കറക്റ്റ് സമയത്തിന് വണ്ടിയെടുത്ത് ഈ വെളി നോക്കി നിൽക്കും കേട്ടോ. അവൾ ലേറ്റാവുന്നതിനും കുറ്റക്കാരി ഞാനാണ്. ആഷ്മി ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ വന്ന് പറയുന്നുണ്ട്. എന്തുവായിരുന്നെന്ന് ഞാനങ്ങ് വിട്ടുപോയി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് വോയിസായിട്ട് എടുത്തതാണ്. സേവായപ്പം അതുപോലെ വോയിസ് സേവ് ആയിട്ടില്ല. എന്തൊക്കെയോ ആഷ്മി പറയുന്നുണ്ട്. രണ്ടുപേരും എന്തൊക്കെയോ വർത്തമാനം പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തുവായിരുന്നു ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. എന്തായാലും തിരക്കാണ്. മലനട കൊടിയേറി കഴിഞ്ഞാൽ പിന്നെ എല്ലാ വീട്ടിലും തിരക്കാണ്. വൃത്തിയാക്കൽ പിന്നെ എത്ര വൃത്തിയാക്കിയാലും മതിയാവത്തില്ല. നോക്കുന്നുണ്ട് എല്ലാം ക്ലീനിങ് ആണ് കേട്ടോ. ഇതിനിടയ്ക്ക് നമ്മുടെ പിള്ളേർ കിടന്നുണ്ടോ കുരയും ബഹളവും കാര്യങ്ങളൊക്കെ കണ്ടോ. ഒരു മീനും കൊണ്ട് ഒരു അപ്പൂപ്പൻ അതുവഴി പോകുന്നതിനാണ് കേട്ടോ ഈ കിടന്ന് കുരയ്ക്കുന്നത്. അപ്പം പരിചയമുള്ള ആളല്ല കേട്ടോ. അതാണ് എല്ലാവരോടും ഇങ്ങനെ കിടന്ന് ഈ ബഹളം വയ്ക്കുന്നത്. ഒരു 4 ദിവസം പത്രം താമസിച്ചാണല്ലോ വന്നത്. പത്രം ഇന്ന് ഒത്തിരി ലേറ്റായിട്ടാണ് കേട്ടോ. പക്ഷെ പത്രക്കാരനെ കാണുമ്പം ഞങ്ങളുടെ കൊച്ചുങ്ങൾ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. സ്ഥിരം കാണുന്നതുകൊണ്ട്. പക്ഷേ മറ്റേ മീൻകാരനെ അങ്ങനെ പതിവുകാരനല്ല. അതുകൊണ്ടാണ് ഒരു സ്വസ്ഥതയെ കൊടുക്കാത്തത്. അപ്പുറത്തെ വീട്ടിൽ മീൻ മേടിക്കുന്ന അയാളുടെ കയ്യിൽ നിന്നാന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് വരുന്നുണ്ട്. ഇനി അയാൾ പോയിട്ട് തിരിച്ച് റോഡിൽ ചെല്ലുന്നത് വരെ ചെവിയും തലയും കേൾക്കണ്ട. 4 എണ്ണം കൂടെ ഒക്കെ തുടങ്ങും. ഞാനിവിടുന്ന് വോയിസ് ഓവർ കൊടുക്കുമ്പോഴും ഇതിനിടയ്ക്ക് കൂടെ വായന കേൾക്കുന്നില്ലേ. അപ്പോൾ അത് നമ്മുടെ മലനട അമ്പലത്തിൽ കേട്ടോ. നമ്മുടെ ഇവിടെ എല്ലാം മൈക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ അതാണ് ഇങ്ങനെ കേൾക്കുന്നത് കേട്ടോ. നമ്മൾ പെരക്കത്തിരുന്നാലും വെളിയിലിരുന്നാലും ഇത് കേൾക്കും. അപ്പം ലച്ചുവിന് ലഞ്ചൊക്കെ കൊണ്ടുപോകണം കേട്ടോ. ഞാനിങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ റോക്കിയുടെ ചാട്ടം ഇതുവരെ നിന്നിട്ടില്ല. പെൺപിള്ളേരൊക്കെ ഒന്ന് ഒതുങ്ങി. അവൻ്റെ ആട്ടം നിന്നിട്ടില്ല. അവനിപ്പോൾ അങ്ങ് ഏതാണ്ട് ചെയ്യുമെന്നുള്ളത് അയാളെ തിരക്കി ഇരിക്കുക കേട്ടോ. തിരിച്ചിതുവഴി വന്നില്ല ഇതുവരെ. ലച്ചുവിന് ഞാൻ ഉച്ചക്കത്തേക്ക് ചപ്പാത്തി കൊടുത്തു വിട്ടു കേട്ടോ. അപ്പോൾ ആഷ്മിക്ക് കൊണ്ടുപോകണ്ടല്ലോ. ആഷ്മിക്ക് ഉച്ച വരെയല്ലേ ഉള്ളൂ. അപ്പം ലച്ചു പറഞ്ഞു ഇനിയിപ്പോൾ അവൾക്കും 3-4 ദിവസത്തെ ക്ലാസ്സല്ലേ ഉള്ളൂ. പിന്നെ വെക്കേഷനല്ലേ. വെക്കേഷനൊന്നും ഇല്ല, അവർക്ക് ക്ലാസ് ഉണ്ട്. രാവിലെ കുറച്ച് സമയം കൊണ്ട് ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞു ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇറങ്ങി തന്നു വിട്ടാൽ മതി എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഞാൻ ചപ്പാത്തിയും കറിയും ഉച്ചയ്ക്ക് കൊടുത്തു വിട്ടത്. ഈ 2 പേരെയും കൊണ്ടുവന്ന് സ്കൂളിലൊക്കെ വിട്ട് ഇപ്പോൾ ആഷ്മി 12:30 ആകുമ്പോൾ വിളിക്കാൻ പോകണം. 12:30 ആകുമ്പോൾ വിളിക്കാൻ പോയിട്ട് വീഡിയോ കൊണ്ടാക്കിയാണ് പോകുന്നത്. 12:30 ആകുമ്പം വിളിക്കാൻ പോകണം. പിന്നെ ലച്ചുവിനെ വൈകിട്ട് വിളിക്കാൻ പോകണം. പിന്നെ ഞാനിപ്പം നമ്മുടെ അവിടെ പണിക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ചായയും വെള്ളവും കൊണ്ട് കൊടുത്തിട്ട് വന്നേ. ഇനി ഇത് കഴിച്ച് വെച്ചടുത്ത് പാചകത്തിലോട്ട് പോകണം. ഓണമായാലും ഉത്സവമായാലും നമ്മുടെ വീട്ടിൽ ഒരു ചടങ്ങാണിത് കേട്ടോ. ഒരു 3-4 തേങ്ങ എടുത്തങ്ങ് വറുത്ത് വയ്ക്കുക. എന്തായാലും ഞാൻ 2 തേങ്ങ എടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ സമയമുണ്ട്. അപ്പം പിള്ളേരൊക്കെ സ്കൂളിൽ പോയേക്കുമല്ലേ. അപ്പം ഞാൻ വിചാരിച്ച് എന്നാൽ അങ്ങ് വറുത്ത് വയ്ക്കാം. തേങ്ങ അങ്ങ് വറുത്ത് വയ്ക്കാം. വറുത്ത് വെച്ചിട്ട് കുറച്ചെടുത്ത് തീയലും വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു പച്ചക്കറി ഇട്ട് തീയൽ വെക്കുന്നത് ഇവിടെ പിള്ളേർക്ക് ഇഷ്ടം കേട്ടോ. തീയലുണ്ടെങ്കിൽ ആ ഒരു കൂട്ടാൻ മാത്രം മതി. പിന്നെ ഒരു മീൻ വറുത്തൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ ആഷ്മി വരുന്നതിന് മുമ്പ് ആഷ്മിയെ വിളിക്കാൻ പോകണം 12:30 ആകുമ്പോൾ. അപ്പോൾ അതിന് മുമ്പ് ഒതുക്കട്ടെ. നല്ലോണം ഉണങ്ങിയ തേങ്ങ കൊണ്ട് പെട്ടെന്ന് നമുക്ക് വറുത്ത് കിട്ടി കേട്ടോ.
ഞാനിത് ചിരവയിലെടുത്ത് തിരുമിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒരു കറക്ക് കറക്കുമ്പോഴത്തേക്കും എല്ലാം ഒരേ ലെവലും കിട്ടും. അന്നേരം പെട്ടെന്ന് നമുക്ക് വറുത്ത് കിട്ടും. അങ്ങനെ നല്ല പെട്ടെന്ന് ഒരു പച്ചക്കറിയൊക്കെ ഇട്ട് വറുത്തരച്ചൊരു തീയിലും വെച്ച് കേട്ടോ. അപ്പം പിന്നെ ഇനിയിപ്പോൾ ആഷ്മയെ വിളിക്കാനായിട്ട് പോവാം. ആഷ്മയും വിളിച്ചുകൊണ്ട് വന്നു, ലച്ചുവിനെയും വിളിച്ചുകൊണ്ട് വന്നു. വൈകുന്നേരമായി കേട്ടോ. വെയിലല്ലേ, വെയിലത്ത് എന്ത് ചെയ്യാൻ പറ്റും? വെയിലത്തോട്ട് ഇറങ്ങാനേ പറ്റത്തില്ല. അപ്പം നമ്മുടെ പുതിയ വീടിൻ്റെ പണിയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ നമ്മുടെ വർക്ക് ഏരിയ ഇനിയിപ്പോൾ ഇവിടെ ഷീറ്റ് ഇടണം. ഇവിടെ ഒരു ചെറിയ ഗ്രില്ലും ഒക്കെ ഉണ്ട് കേട്ടോ. അത്രേ ഉള്ളൂ. പിന്നെ നമ്മളാണ്ട് ഇവിടെ മുറ്റം തിരിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ മുറ്റം തിരിച്ച് ഇനിയിപ്പോൾ ഇവിടെ എല്ലാം തറയോടിടണം. പിന്നെ നമ്മുടെ കിണറൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വെളിയിലത്തെ ബാത്റൂമൊക്കെ ഒന്ന് മെയിൻ്റനൻസ് ചെയ്തെടുക്കണം. അവിടെ ഒരു മതിൽ കെട്ടണം ബാക്കിലൂടെ. അപ്പോഴത്തേക്കിനും നമുക്കെല്ലാം സെറ്റാവും. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിക്കുവിനും കൂട്ടർക്കും കൂടുണ്ടാക്കുന്ന കേട്ടോ. ഞാൻ അതിന് സ്ഥലം കണ്ടുപിടിച്ച് അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം സമാധാനമാകും. അപ്പോൾ നമ്മുടെ പുതിയ വീടിൻ്റെ അപ്ഡേഷൻ ഇതൊക്കെയാണ് കേട്ടോ. ഇവിടെ അടുപ്പൊന്നും സെറ്റ് ചെയ്തില്ല. ഇനിയിപ്പം ഷീറ്റൊക്കെ ഇട്ടതിന് ശേഷമേ ഉള്ളൂ തോന്നുന്നു അടുപ്പൊക്കെ സെറ്റ് ചെയ്യുന്ന കേട്ടോ. അപ്പം ഇവിടെ ഈ ഗ്യാപ്പ് ഇട്ടേക്കുന്നത് നമുക്കിവിടെ അരകല്ല് കേട്ടോ. അരകല്ലൊക്കെ ഒന്ന് സെറ്റായിട്ട് കിട്ടി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അരകല്ലിലിട്ട് അരയ്ക്കുന്നത് ഇഷ്ടം. അപ്പം അതിന് നിന്നരയ്ക്കാനാണ് ഈ ഗ്യാപ്പ് കേട്ടോ. ഇവിടെ ഒരു സിങ്ക്, അവിടെ പിന്നെ നമ്മുടെ ഗ്യാസിൻ്റെ അവിടെ വരുന്ന നമുക്ക് പാത്രമൊക്കെ അടുക്കി വയ്ക്കാം. ഇനിയിപ്പോൾ പൂട്ടിയിട്ടിരിക്കുക. ഇനിയിപ്പോൾ തുറക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഗ്യാസിൻ്റെ ചിമ്മിനൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം സെറ്റായിട്ട് നമുക്കൊരു ഹോം ടൂർ ചെയ്ത് കാണിക്കാം. എല്ലാം സെറ്റാവട്ടെ. ഇല്ല, ഹോം ടൂർ ഒന്നും ഇങ്ങനെ ഒന്നുമല്ല. ഞാനൊന്നും കാണിച്ചിട്ടില്ല. എല്ലാം കുറേശ്ശെ അല്ലേ, കുറേശ്ശെ പിള്ളേരെന്നെ ഇവിടെ പറയും നമുക്ക് വീടൊക്കെ പണിഞ്ഞിട്ട് ഹോം ടൂറായിട്ട് ചെയ്യാം. അപ്പം ഇപ്പോഴേ കാണിച്ചു കഴിഞ്ഞാൽ അന്നേരം ഒരു രസം വരുന്നത്. അതൊക്കെ ചുമ്മാതെ. അപ്പം നമ്മൾ ജസ്റ്റ് പണികൾ മാത്രമല്ലേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഹോം ടൂർ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം സെറ്റാക്കിയിട്ട് നമ്മൾ ഓരോന്നും കാണിക്കുമ്പോൾ ഉള്ളത് വേറെ, ഇത് വേറെ, അങ്ങനെയല്ലയോ? ആണ്. നീ എന്തിനു ദേഷിച്ച് നോക്കുന്നത്? പരീക്ഷയെല്ലാം എഴുതിയെന്നു? എല്ലാം ഞങ്ങൾ എഴുതി. ഞങ്ങൾ കംപ്ലീറ്റ് നമ്മൾ എല്ലാം എഴുതും. പരീക്ഷ എല്ലാം എഴുതിയെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊച്ചിനെ നാണം കെടുത്തുവായിരുന്നു. ചുമ്മാ മാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലോണം പഠിക്കും. പിന്നെ നമ്മളിങ്ങനെയൊക്കെ പറയുന്നേ. നോക്കി അശ്മി കൊച്ചു നല്ലോണം പഠിക്കും കേട്ടോ. ഞാൻ തിരുത്തി പറഞ്ഞിരിക്കുന്നു. ആ മുഖം ഇതുവരെ തെളിഞ്ഞില്ല. ഇനിയിപ്പോൾ നമ്മൾ നന്ദഗോവിന്ദം ഭജൻസ് കാണാൻ പോകുമ്പോൾ ഒരു ഐസ്ക്രീമും ഒക്കെ കഴിച്ചോണ്ടിരുന്നാലേ ഇനിയിപ്പോൾ ഈ മുഖം ഒന്ന് തെളിയും അശ്മിയുടെ. പിന്നെ അങ്ങ് ഉത്സവപ്പറമ്പില്ല വൈകുന്നേരം മുതൽ. ഇന്ന് ഓഫീസിൽ ആന്റി പറഞ്ഞു സായി വീട്ടുകാരെ സായി ആണെങ്കിലേ തലയിടാൻ ഭയം നന്ദപുരംസല്ലേ അവിടെ പോയി കിടന്നുറങ്ങിപ്പോ. സായി മാത്രമല്ല, ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാം വരും. അപ്പൊ നമ്മുടെ പുതിയ വീടിന്റെ അപ്ഡേഷൻ ഇതൊക്കെയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്കും കമന്റും സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.